എല്ലാ കൂട്ടുകാർക്കും P2 ഹദീസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബുലൂഗുൽ മറാമിലെ ഒന്നാമത്തെ പാഠമാണ്. കിതാബു സിയാം, നോമ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് നോമ്പ്? അസ്സൗമു, സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം, ലുഗത്തൻ ഭാഷയിൽ സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഇംസാക്കു, തടയുക എന്നതാണ്. ഷറഅൻ, ഇസ്ലാമിക നിയമപ്രകാരം നോക്കുമ്പോൾ അൽ ഇംസാക്കു, മാറി നിൽക്കുക, അനിൽ മുഫത്തിറാത്തി, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന്, തൂലൻ നഹാരി, പകൽ മുഴുവനും നോമ്പ് മുറിയുന്ന ഭക്ഷണം ആദി കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇനി നമ്മൾ ഹദീസിൽ വന്ന നോമ്പ് നിയമങ്ങളൊന്ന് നോക്കി നോക്കാം, ചുരുക്കി ഒന്ന് നോക്കി നോക്കാം. ഒന്ന്, മാസം കണ്ടാലാണ് നോമ്പ് നിൽക്കുക. അഥവാ ഷവ്വാൽ 29 അല്ലെങ്കിൽ 30, 29 മാസം കാണുകയാണെങ്കിലാണ് നോമ്പ് നോൽക്കേണ്ടത്, അല്ലേ? അപ്പോൾ നോക്കൂ, തഖദ്ദുമു സൗമി, നോമ്പിനെ മുന്തിക്കാൻ പാടില്ല. ഖബ്ല റുയത്തിൽ ഹിലാൽ, മാസം കാണുന്നതിൻ്റെ മുമ്പ് തന്നെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ പാടില്ല, ബാത്തിലാണ്. എന്താ അതിന് തെളിവ്? ലാ തുഖദ്ദിമു റമളാന, റമളാനെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരരുത്. ബിസൗമി യൗമിൻ വലാ യൗമൈനി, മാസം കാണുന്നതിൻ്റെ മുമ്പ് തന്നെ നോമ്പ് തുടങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. 2, യജിബു സൗമു റമളാന, റമളാനിലെ നോമ്പ് നിർബന്ധമാണ്. ബിറുയത്തിൽ ഹിലാൽ, മാസം കണ്ടാൽ പിന്നെ നോമ്പ് നോൽക്കണം. വൽ ഇഫ്താറു, നോമ്പ് മുറിക്കണം. മിൻ അവ്വലി യൗമിൻ മിൻ ഷവ്വാൽ, ഷവ്വാലിലെ ആദ്യ ദിവസം. അഥവാ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഷവ്വാലാണല്ലോ മാസം. അപ്പോൾ ഷവ്വാൽ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് മുറിക്കണം. നേരത്തെ നമ്മൾ ഷവ്വാൽ എന്ന് പറഞ്ഞാൽ ഷാബാൻ്റെ ശേഷമാണ് റമളാന്. ഷാബാൻ 29 നോമ്പ് മാസം കണ്ട നമ്മൾ എന്ത് ചെയ്യണം? റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കണം കേട്ടോ. അങ്ങനെ തിരുത്തി പറയാം. അതുപോലെ അടുത്ത നിയമമാണ് തബീത്തു നിയ്യത്തി, നിയ്യത്ത് രാത്രിയാക്കണം. അത് സുന്നത്താണ്, വാജിബാണ്. സുന്നത്തല്ല, നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. എന്താ അതിന് തെളിവ്? ലാ സിയാമ, നോലിമ്പില്ല, ലിമൻ യുഫ്രിത്തുഹു ബില്ലൈൽ, രാത്രി നിയ്യത്ത് വെക്കാത്ത ആളുകൾ. ലിമല്ലം യഫ്രിദുഹു, ഫർലാക്കാത്ത ആൾ, ബില്ലൈലി, രാത്രി നോലുമ്പോൽക്കാത്ത ആൾക്ക് നോമ്പിൻ്റെ നിയ്യത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നോലുമ്പില്ല. ഇനി നമുക്കുള്ള സുന്നത്താണ് നാലാമത്തത്, തഅജീലുൽ ഫിത്തരി, പെട്ടെന്ന് നോലുമ്പ് തുറക്കണം. തഅജീൽ ചെയ്യണം, അജലത്ത് പെട്ടെന്ന് ചെയ്യണം. അത് സുന്നത്ത. കാരണം എന്തിനാണത്? ലി മുഖാലഫത്തിൽ യഹൂദി വൻ നസാറ, ജൂതന്മാർക്കെതിരായിട്ടാണ്. ജൂതന്മാർ നോമ്പ് പോയിട്ട് അവർ നോമ്പ് മുറിക്കാൻ സമയമെടുക്കും. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത ഉടനെ അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ പെട്ടെന്ന് നമ്മൾ നോമ്പ് മുറിക്കുക. പിന്നെ ഇങ്ങനെ വിട്ട് നിൽക്കാൻ പാടില്ല. അതുപോലെ അത്തസഹുർ സുന്നത്തുൻ, രാത്രി അത്താഴം കഴിക്കൽ സുന്നത്താണ്. എന്താണ് അതിൻ്റെ ഹദീസ്? തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ്സുഹൂരി ബറക്കത്തുൻ, ബറക്കത്തൻ, നിങ്ങൾക്ക് എന്തുണ്ട്? അത്താഴത്തിലൊരു ബർക്കത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തുതന്നെയാണെങ്കിലും അത് അത്താഴത്തിന് എണീക്കുക, അതിന് ഭക്ഷണം കഴിക്കുക, അവിടെ നമ്മളൊരു ഉപേക്ഷ വരുത്താം. അത് അള്ളാഹു ബർക്കത്ത് ചെയ്തതാണ്. ഇപ്പോൾ നമ്മളെന്ത് ഡയറ്റിങ്ങിൻ്റെ പേരിലാണെങ്കിൽ അത്താഴം കഴിക്കാതിരിക്കരുത്. അതുപോലെ ആറാമത്തതാണ് അൽ വിസാലു, എന്നും നോലുമ്പ് നോൽക്കുക. അത് പ്രവാചകന്മാരുടെ ചര്യയാണ്. സാധാരണക്കാർ ഡെയിലി നോലുമ്പ് നോൽക്കുക എന്നുള്ളത് പറ്റൂല. വിസാൽ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് നോൽക്കുക, പിറ്റേ ദിവസം പെരുന്നാൾ, പിന്നെ നോമ്പ്, അങ്ങനെ ആവണം. അല്ല, അത് റമളാൻ മാസത്തെക്കുറിച്ചല്ല, സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറഞ്ഞതാണ്. അൽ വിസാലു ഹറാമുൻ, കാരണം എന്താ? ലി അന്നഹു മിൻ ഖസ്വായിസിർ റസൂലി. അൽ വിസാലു പറഞ്ഞാൽ അസ്സൗമു മുതതാബിയ, കണ്ടിന്യൂസ് ആയി നോമ്പ് നോൽക്കുക, സുന്നത്ത് നോമ്പ് നോൽക്കുക. നിർബന്ധ നോമ്പിനെ കണ്ടിന്യൂസ് തന്നെയാണ്, നമുക്കറിയുന്നതാണല്ലോ. അതേപോലെ അൽ ഹിജാമത്തു, കൊമ്പ് വെച്ചാൽ യുഫ്തിറു സൗമു, നോലുമ്പാട് മുറിയും. അപ്പോൾ അതിൽ ചില ഇളവുകളൊക്കെ വന്ന ഹദീസുകളും ഉണ്ട് കേട്ടോ. അതുപോലെ മൻ അക്കല നാസിയൻ, ആരെങ്കിലും മറന്ന് ഭക്ഷണം കഴിച്ചാൽ ലാ യുഫ്തിറു സൗമുഹു, ഓൻ്റെ നോലുമ്പ് മുറിയില്ല. അതുപോലെ അൽ ഖൈഉ ലാ യുഫ്തിറു സൗമ, നമ്മളറിയാതെ ഒരു ഛർദി വന്നു, നോലുമ്പ് മുറിയില്ല. എന്നാലോ ബലിസ്തിഖാഅത്തു, ഉണ്ടാക്കിയാണ് ഛർദിച്ച ഒരാൾ, എന്നൊക്കെ നമ്മൾ ഛർദി ഉണ്ടാക്കുമല്ലോ, അത് യുഫ്തിറു സൗമ, നോലുമ്പ് മുറിക്കും. അതുപോലെ റുഖിസ ലിൽ മുസാഫിരി, യാത്രക്കാർക്കൊരു കൺസെഷൻ ഉണ്ട്. ഓല് നോലുമ്പ് പോൽക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കളവ് വീട്ടണം കേട്ടോ. എന്നാൽ ഭയങ്കര പടുവൃദ്ധനായ ഒരാൾ, 19 വയസ്സായ ഒരാൾ, അയാൾക്ക് നോലുമ്പ് പോൽക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഓരോ നോലുമ്പിനും പകരമായിട്ട് ഓരോ മുദ്ദരി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കി കൊടുത്താൽ മതി.
റുഖിസലി ഷെയ്ഖിൽ കബീർ യസോമു, വൃദ്ധന്മാർക്ക് നോലുമ്പില്ല. കഫാറത്തു, അയാൾ പ്രായശ്ചിത്തായി ചെയ്യേണ്ടത് ഇത്ആമു കുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസവും മിസ്കീന്മാർക്ക് ഒരു മുദ്ദ അരി എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. വലാ ഖലാ അലൈഹി, അയാൾ ഖലാവ് വിട്ടണ്ട. യാത്രക്കാർ പിന്നീട് ഖലാവ് വിട്ടണം, വേണ്ടേ? അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ. അപ്പോൾ അത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഇതിൽ മദ്ഹബുപരമായ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇനി ഒരാൾ റമളാൻ മാസത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു, സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം. ഇതാ ജാമ ഫി നഹാരി റമളാൻ മാസം പകൽ ആരെങ്കിലും ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യണം? പെനാൾട്ടി കൊടുക്കണം, കഫാറത്ത് കൊടുക്കണം, ശിക്ഷ ഉണ്ട്. ഒന്ന് ഇത്തുഖറക്കബ, ഒരു അടിമനെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ സൗമു ഷഹ്റൈനി മുതദാബിയൈനി, 2 മാസം കണ്ടിന്യൂസ് ആയി നോമ്പ് വിൽക്കണം, അല്ലെങ്കിൽ ഇത്വാം സിത്തീന മിസ്കിം, ഇതൊന്നും കഴിയില്ലെങ്കിൽ 60 മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇനി ഒരു പണമില്ലാത്ത ആളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വതക്ക കൊടുക്കുക, അത്തസദ്ദുഖ്. ഇനി 12ാമത്തെ നിയമം നമ്മൾ ഈ ബുലൂഗുൽ മറാമിൽ പറയുന്നത് യജ്സി ഉൽ മയ്യിത്ത്, ഒരു മയ്യത്തിന് മതിയാവും സിയാമു വലിയ അനു, അയാളുടെ അവകാശികൾ അയാൾക്ക് നോമ്പ് വീട്ടാം. ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളാണ്. മദ്ഹബും ഇമാമുകളൊക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ പൊതുവെ നമ്മളൊരു പിതാവ് മരിച്ചു, മൂപ്പരും നോമ്പ് നോക്കാണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോറ്റ് വീട്ടാം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പറയാണ്. നമ്മൾ പഠിക്കുന്നത് സൗമുത്തൊത്തബു ആണ്, സുന്നത്ത് നോലുമ്പുകൾ. ഏതൊക്കെയാണ് ഈ സുന്നത്ത് നോലുമ്പ്? ഒന്ന് അറഫൻ്റെ അന്നത്തെ നോലുമ്പ്, ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ് നോറ്റാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കും. അപ്പോൾ ഈ അറഫ നോമ്പ് നോറ്റാൽ അടുത്ത വർഷം ജീവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അതാണ് അറഫ നോമ്പിൻ്റെ പ്രത്യേകത. പിന്നെ ആഷൂറ ഉണ്ട്, മുഹറം 10-ൻ്റെ നോലുമ്പ്. ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപം, യുക്കഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ പാപം പൊറുക്കും. അതുപോലെ സോമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോലുമ്പിന് എന്താ പ്രത്യേകത? പ്രവാചകൻ പറഞ്ഞു ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതുപോലെ ബുഇസ്തു, എന്നെ പ്രവാചകനാക്കിയ ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചക്ക് മഹത്വമുണ്ട്, പ്രവാചകൻ ജനിച്ച ദിവസത്തിന് മഹത്വമുണ്ട്, അന്ന് നോമ്പ് നോൽക്കാവുന്നതാണ്. 4 സിത്തും മിൻ ഷവ്വാൽ മാസത്തിൽ 6 നോലുമ്പ് നോൽക്കാം. എന്നാൽ റമളാൻ മാസം കഴിഞ്ഞാലാണല്ലോ ഷവ്വാൽ. ആ മാസത്തിൽ നമ്മൾ 6-ാം നോമ്പ് എന്നൊക്കെ പറയും. ആ മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു 6 നോമ്പ് നോറ്റാൽ മതി. എന്നാൽ കണ്ടിന്യൂസ് ആയി നോൽക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ ഫീ കുല്ലി ഷഹരിൻ, പിന്നെ എല്ലാ മാസവും നമുക്ക് നോൽമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ഏതൊക്കെ? 13, 14, 15 നോൽക്കാം. ഇനി നോമ്പ് നോൽക്കാൻ പറ്റാത്ത നോലുമ്പ് ഏതാണ്? അസ്യാമുൽ മൻഹിയത്തു, ഒന്ന് സൗമുൽ മർഅത്തി, ഒരു ഭാര്യ നോലുമ്പ് നോൽക്കാൻ പറ്റൂല. സുന്നത്ത് നോലുമ്പോൾ പറയുന്നത് ബിഗൈരി ഇദിനി സൗജിഹ, ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ സുന്നത്ത് നോമ്പ് പെണ്ണുങ്ങൾ നോൽക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നിർബന്ധ നോമ്പോ അതിന് ഭർത്താവിൻ്റെ സമ്മതം വേണ്ട. അതുപോലെ യൗമുൽ ഫിത്തരി യൗമുൻ നെഹർ, ചെറിയ പെരുന്നാളിൻ്റെ അന്നും വലിയ പെരുന്നാളിൻ്റെ അന്നും നോൽമ്പ് നോൽക്കൽ ഹറാമാണ്. അതുപോലെ അയ്യാമു തശ്രീക്കിൻ്റെ അന്ന് 11, 12, 13 ദുൽഹിജ്ജ മാസത്തിൽ വലിയരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം ഉണ്ടല്ലോ, അന്നും നോൽമ്പ് നോൽക്കാൻ പാടില്ല. അതുപോലെ അൽ ഇഖ്തിസാസു ബിയൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ച ഒരാൾ നോൽമ്പ് നോൽക്കുകയാണ്, അത് പറ്റൂല. അങ്ങനെ നോൽക്കണമെങ്കിൽ വ്യാഴാഴ്ച നോൽക്കണം. വെറും വെള്ളി മാത്രം ഇത് ചെയ്യാൻ പാടില്ല. അൽ ഇഖ്തിസാസു ബിയൗമി സബ്തി, ശനിയാഴ്ച മാത്രം നോൽമ്പ് നോൽക്കാൻ ഒരാൾ പറ്റൂല. എന്താ കാരണം? സബ്ബാത്ത് ഡേ ജൂതന്മാരുടെ ദിവസമാണ്. അപ്പം അതിനോടുള്ളൊരു സാദൃശ്യപ്പെടൽ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സബ്ത്ത്, യൗമു സബ്ത്ത് പറ്റൂല. ഇനി നമ്മൾ പഠിക്കുന്നത് അൽ എത്തിക്കാഫ് ഫി റമളാൻ, റമളാൻ മാസത്തിൽ എത്തിക്കാഫ് ഇരിക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്താണ് എഴുത്തക്കഫ എന്ന വാക്കിൻ്റെ അർത്ഥം? ഹബുസുൻ നഫ്സി, ശരീരത്തെ കെട്ടിയിടുക. ഒരു വസ്തുവിൻ്റെ മേലെ ശരീരത്തെ കെട്ടിയിടുന്നതിനാണ് എഴുത്തക്കഫ എന്ന വാക്ക് പറയാം. ഷറഅൻ, ഇസ്ലാമിലെ നിയമത്തിലോ അൽ ഖിയാമു ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിൽക്കുക, അലാ സിഫത്തി മഖ്സൂസിൻ, പ്രത്യേക രീതിയിൽ. ഇനി എന്താ എത്തിക്കാഫിൻ്റെ വിധി? അൽ എത്തിക്കാഫ് സുന്നത്തു മുഅക്കദ, ശക്തിയായ സുന്നത്താണ്. എന്താ അതിൻ്റെ തെളിവ്? ദലീലു, അതിൻ്റെ തെളിവ് മൻ ഖാമ റമളാൻ, ആരെങ്കിലും റമളാൻ മാസത്തിൽ നിന്ന് നിസ്കരിച്ചാൽ അല്ലെങ്കിൽ എത്തിക്കാഫിരുന്നാൽ ഈമാനൻ, വിശ്വാസത്തോടെ,
വഹ്തിസാബൻ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി അയാൾക്ക് കഴിഞ്ഞു പോയ എല്ലാ പാപവും പൊറുക്കുന്നതാണ്. ഇനി റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഇത്തിക്കാഫ് ഇരിക്കൽ വലിയ സുന്നത്താണ്. കാരണം വിശുദ്ധ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാന യഅ്തകിഫു പ്രവാചകൻ ഇത്തിക്കാഫ് ഇരിക്കുമായിരുന്നു അൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ റമദാനിലെ അവസാനത്തെ 10 ദിവസം. ഇനി ഇത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സുന്നത്തുണ്ട് എന്നാണ്. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള വിധത്തിലാണ് നമ്മൾ പറയുന്നത്. മിനസ് സുനനി അലൽ മുഅ്തകിഫി ഫി റമദാൻ റമദാൻ മാസത്തിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്കുള്ള സുന്നത്ത്, ഒന്ന് അല്ല യഊദ മരീദ രോഗിയെ സന്ദർശിക്കാൻ പോകാൻ പറ്റൂല, പള്ളിയിൽ തന്നെ ഇരിക്കണം. അല്ല യമസ്സ മർഅത്തൻ വലാ യുബശ്ശിറ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പറ്റൂല. അല്ല യഖ്റുജ ലിഹാജത്തിൻ ചെറിയ ചെറിയ ആവശ്യത്തിനൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, ഭയങ്കര ആവശ്യമാണെങ്കിൽ പോവാം. പിന്നെ ഈ ഇഅ്തികാഫുൽ മസ്ജിദിൽ ജാമി ഏറ്റവും ജുമാ മസ്ജിദിൽ ഇരിക്കലാണ് ഇത്തിക്കാഫിന് നല്ലത്. അയ്യക്കൂന സ്വായിമ നോമ്പുകാരനാവണം. റമദാൻ മാസത്തിൽ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ നോമ്പുകാരനാവണം, അല്ലെങ്കിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ വേണ്ട. റമദാൻ മാസത്തിൽ ഇത്തിക്കാഫ് ഇരിക്കുമ്പോൾ നോമ്പുകാരനാണ് സുന്നത്തുണ്ടാവുക.